NRI, എന്താണ് മുഖത്തൊരു ദുഃഖഭാവം? ഷെയറിന്റെ വില മാർക്കറ്റിൽ വീണ്ടും ഇടിഞ്ഞോ? ഇതൊന്നുമല്ല എന്റെ ആധുനികം. അതെ, നമ്മളെയൊക്കെ രസിപ്പിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് കുറെ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അവരെ ഒരു നോക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞ 4 ദിവസമായി ഞാൻ തേരാപ്പാര നടക്കുന്നു. എന്നിട്ട് ഫലം അതെന്നാ പറ്റി? അവരെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി അടിപൊളി കട്ടൻ റൈസ് പ്രോഗ്രാം നടത്തിയായിരുന്നല്ലോ. NRI അതിനൊന്നും പോയില്ലേ? ഞാൻ അവിടെ പോയി എന്റെ ഹൈടെക്ക്. പക്ഷേ ലോക്കൽ സ്പോൺസേഴ്സും അവരുടെ ബന്ധുക്കളും കാരണം എനിക്ക് 7 അയൽവക്കം തടുക്കാൻ പറ്റിയില്ല. യു നോ വാട്ട് ഐ മീൻ. ശരിയാ, ഞാനും പോയിരുന്നു. ഹീറോയിൻ ഇട്ടിരിക്കുന്ന ഗോൾഡ് എല്ലാം ഒറിജിനൽ ആണെന്ന് നോക്കണമായിരുന്നു. പക്ഷെ അകലെ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി എല്ലാം റോൾഡ് ഗോൾഡ് ആണെന്ന്. അല്ലേ NRI, എന്നാ പരിപാടി നടക്കുന്ന സ്ഥലത്ത് സ്റ്റേജിന്റെ പുറകിൽ വെച്ചൊന്ന് അടുക്കാമായിരുന്നില്ലേ? അതെങ്ങനെ? നമ്മുടെ NRIക്ക് അവരുടെ അടുത്ത് പോലും ചെല്ലുവാൻ സാധിച്ചു കാണത്തില്ല. ഓ പിന്നെ തൊട്ടടുത്ത് വരെ ഞാൻ ചെന്നതാ. അപ്പോഴല്ലേ നടീനടന്മാരൊക്കെ കൂടിയിരുന്ന് എന്തോ കാണാതെ പഠിക്കുന്നത് ഞാൻ കണ്ടത്. അതവരാ പ്രോഗ്രാമിന്റെ സ്ക്രിപ്റ്റ് കാണാൻ പഠിച്ചായിരിക്കുന്നേ. അത് ശരിയാ, ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാ. സ്റ്റേജിൽ കയറി ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി എയർപോർട്ടിൽ വെച്ചാ കണ്ടുമുട്ടിയതെന്നും അതുകൊണ്ട് റിഹേഴ്സൽ ചെയ്യാൻ വേണ്ടത്ര സമയം കിട്ടിയില്ല എന്നും ഒരു മുൻകൂർ ജാമ്യം എടുക്കും. അത് ശരിയാ. അപ്പോൾ പ്രോഗ്രാം ചീത്തയായാലും ഇല്ലാത്ത കാശ് മുടക്കി ടിക്കറ്റ് എടുക്കുന്ന പാവം മലയാളികൾ ഒന്നും മിണ്ടാതെ തിരിച്ചു പോകും. അയ്യോ, ഇതൊന്നുമല്ല. സ്റ്റേജിൽ കയറാൻ നേരത്ത് തൻ്റെ പേരൊന്ന് അനൗൺസ് ചെയ്യണമേ എന്നും വർഷങ്ങളായിട്ട് തന്നെ അറിയാം എന്ന് പറയണമെന്നും ചിലർ വന്ന് നിർബന്ധിച്ച് പറയുമ്പോൾ ഇവരുടെയൊക്കെ പേരും പിന്നെ വീട്ടുപേരും ചേർത്ത് കാണാതെ പഠിക്കാനുള്ള ഒരു തിരക്കാണ് ഞാൻ അവിടെ കണ്ടത്. അതെ, അത് ശരിയാ. ഒരുവിധം പഠിച്ച് പേര് ശരിയാക്കിയാലും വീട്ടുപേര് തെറ്റിപ്പോയാ പ്രശ്ന. അതുകൊണ്ട് സ്റ്റേജിൽ കളിക്കാനുള്ള പരിപാടിയുടെ സ്ക്രിപ്റ്റ് കാണാപ്പാടം പഠിച്ചില്ലെങ്കിൽ പോലും ഇവരുടെ പേരും വീട്ടുപേരും കൃത്യമായി പഠിച്ചാലേ പറ്റൂ, ഇല്ലെങ്കിൽ പ്രശ്ന. അതിന് തന്നെ NRI ഈ പ്രോഗ്രാമിന് ശേഷം ഡൈനിങ് വിത്ത് ഫിലിം സ്റ്റാർസ് എന്ന പേരിൽ ഒരു ടിക്കറ്റ് ബഫേ ഉണ്ട്. അവിടെ ചെന്നാലേ ഫോട്ടോയും എടുക്കാം. ഞാൻ അവിടെ പോയെന്നേ, ഞാൻ കണ്ടതാ. ഫോട്ടോ എടുക്കാനുള്ള നീണ്ട ലൈൻ കാരണം നമ്മുടെ നടികടന്മാർക്ക് ഒരു ഉരുള ചോറ് പോലും വായിലോട്ടിടാൻ സാധിച്ചില്ല. അത് നേരാ. ഇതെല്ലാം കഴിഞ്ഞ് തിരക്കൊഴിയുമ്പോൾ താരങ്ങൾക്ക് ആഹാരം ഇല്ലെന്ന് മാത്രമല്ല, കയ്യിൽ പിടിക്കാൻ ഒരു പ്ലേറ്റ് പോലും ഇല്ല. കഷ്ടം. ഇത്രയും ദൂരത്തുനിന്ന് വന്ന് നമ്മുടെ താരങ്ങൾക്ക് പട്ടിണി കിടക്കാനാണല്ലോ യോഗം. ഏതായാലും ഇവിടെ വന്ന താരങ്ങൾക്ക് ഇതറിയാമെങ്കിലും ഇനിയും വരാനിരിക്കുന്ന താരങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിച്ചാൽ അവർക്ക് നന്ന്.